എല്ലാവർക്കും നമസ്കാരം. SLCയുടെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെറ്റേഴ്സസ് സെക്ഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ക്വസ്റ്റ്യൻസും ആൻസറും നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോസുകളൊക്കെ കാണുക, കണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സിറ്റുവേഷൻസ് ഈസ് മീഥേൻ കൺവേർട്ടഡ് ടു ക്ലോറോമീഥേൻ? അതായത് കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് മീഥേൻ ക്ലോറോമീഥേൻ ആക്കി മാറ്റുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ക്ലോറിന് പ്ലസ് സൺലൈറ്റ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്ലസ് സൺലൈറ്റ്, ഓക്സിജന് പ്ലസ് ടെമ്പറേച്ചർ. നമ്മൾ ആദ്യമേ പഠിച്ചതാണല്ലേ. മീഥേൻ എന്തായിട്ട് മാറുന്നുണ്ട്? മീഥേൻ ക്ലോറോമീഥേൻ ആയിട്ട് മാറണമെങ്കിൽ എന്താണ്? ക്ലോറിൻ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ഇല്ലേ. അതായത് ക്ലോറിൻ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്? ക്ലോറോമീഥേൻ ആയിട്ട് മാറുന്നത്. നമ്മൾ പഠിച്ചതല്ലേ. അതായത് CH4 മീഥേന് ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് സൺലൈറ്റിന്റെ പ്രസൻസിൽ ഇല്ല. സൺലൈറ്റിന്റെ പ്രസൻസിൽ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്ത് എന്തായിട്ട് മാറുന്നുണ്ട്? ക്ലോറോമീഥേൻ ഇല്ലേ. ഒരു ക്ലോറിൻ ഇങ്ങോട്ട് പോകും ഇല്ലേ. ദെൻ ഒരു ഹൈഡ്രജൻ ഇപ്പുറത്തേക്ക് പോകും. പിന്നെ എന്തായിട്ട് മാറും? HCl അവിടെ വരും. ക്ലിയർ ആണല്ലോ. ദെൻ റൈറ്റ് ദ നെയിം ഓഫ് സച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ. ഈ രാസപ്രവർത്തനത്തിന്റെ പേരെന്താണ്? ഏതരത്തിലുള്ള രാസപ്രവർത്തനമാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് അല്ലേ. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അതായത് ഇവിടെ നമുക്ക് കാണുമ്പോൾ അറിയാം, ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട് പോകും, ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് HCl ആവും. ദെൻ പിന്നെ എന്തായിട്ട് മാറും? CH3 വരും, ക്ലോറിനും ഇങ്ങോട്ട് വരും. ക്ലിയർ ആയല്ലോ. അപ്പൊ എന്തായിട്ട് മാറും? ക്ലോറോമീഥേൻ ആയിട്ട് മാറും. അപ്പൊ ഇത് ഏത് റിയാക്ഷൻ ആണ്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ എന്താണ്? ആദേശം കേട്ടോ. ആദേശ രാസപ്രവർത്തനമാണ് ഇത്. മനസ്സിലായല്ലോ. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കൂ കേട്ടോ. റിയാക്ഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണെന്ന് മനസ്സിലായി. അതിന്റെ ഡെഫിനിഷനൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ സെക്കൻഡ് വൺ. ഹൗ മെനി ഹൈഡ്രജൻ മോളിക്യൂൾസ് ആർ റിക്വയർഡ് ടു കൺവേർട്ട് CH ട്രിപ്പിൾ ബോണ്ട് CH അതായത് ഈഥൈൻ ഇൻറ്റു C2H6 ഈഥൈൻ ആയിട്ട് എന്താണ്? ഈ ഈഥൈൻ ഉണ്ടല്ലോ, ഈഥൈനെ C2H6 അതായത് ഈഥൈൻ ആക്കി മാറ്റാൻ വേണ്ടി എത്ര ഹൈഡ്രജൻ തന്മാത്രകൾ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായി. ഇത് ഈഥൈൻ ആണ്. ഈഥൈനെ C2H6 എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറും? ഈഥൈൻ ആയിട്ട് മാറും. അതായത് CH3 എന്തായിട്ട് വരും? CH3 സിംഗിൾ ബോണ്ട് CH3 ആയിട്ട് വരും. അപ്പൊ ഇങ്ങനെയാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ എത്ര ഹൈഡ്രജൻ മോളിക്യൂൾ വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് നോക്കാം എത്ര ഹൈഡ്രജൻ മോളിക്യൂൾ വേണം. അപ്പൊ ആദ്യമേ നമുക്ക് അതിന്റെ കെമിക്കൽ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതാം. അതായത് CH ട്രിപ്പിൾ ബോണ്ട് CH ആണ് അല്ലേ. ഇതായിട്ട് എത്ര ഹൈഡ്രജൻ ആറ്റം വേണം? നമ്മൾ ആദ്യമേ ഒരു ഹൈഡ്രജൻ കൊടുക്കാം, H2 കൊടുത്തു. ദെൻ അപ്പൊ എന്തായിട്ട് മാറും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ട്രിപ്പിൾ ബോണ്ട് മാറിയിട്ട് ഡബിൾ ബോണ്ട് ആവും. അപ്പൊ ഇവിടെ എന്തായിട്ട് മാറും? CH2 ഡബിൾ ബോണ്ട് CH2 ആയിട്ട് മാറും. മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്താണ് വേണ്ടത്? CH3 സിംഗിൾ ബോണ്ട് CH3 അതാണ് C2H6 ആയിട്ട് മാറണം. ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? C2 എന്താണ്? H4 ആണ് ഇവിടെ. നമുക്ക് വേണ്ട എന്താണ്? C2H6 ആണ് വേണ്ടത്. അപ്പൊ പിന്നെയും ഒന്നുകൂടെ നമ്മൾ ചെയ്യും. അതായത് CH2 ഡബിൾ ബോണ്ട് CH2 പിന്നെ ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ കൂടെ കൊടുത്തു. അപ്പൊ എന്തായിട്ട് മാറും? പിന്നെ എന്ത് വരും? ബോണ്ട് അവിടെ മാറും. അതായത് ഡബിൾ ബോണ്ട് മാറിയിട്ട് സിംഗിൾ ബോണ്ട് ആവും. അതുപോലെ തന്നെ ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട് വരും. അതായത് CH3 സിംഗിൾ ബോണ്ട് CH3 അതായത് ഏതാണ്? C2H6 ആയിട്ട് മാറി. മനസ്സിലായല്ലോ. അപ്പൊ എത്ര ഹൈഡ്രജൻ മോളിക്യൂൾ ഇവിടെ ആവശ്യമുണ്ട്? 2 ഹൈഡ്രജൻ മോളിക്യൂൾ. അപ്പൊ ആൻസർ എങ്ങനെ പറയാം? 2 ഹൈഡ്രജൻ ഇല്ലേ. 2 ഹൈഡ്രജൻ മോളിക്യൂൾ ഇവിടെ ആവശ്യമായിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ. അപ്പൊ അതിന്റെ കെമിക്കൽ ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ എഴുതിയത്. നമ്മളിത് പഠിച്ചതാണല്ലേ. ഇത് ഏത് പ്രവർത്തനമാണ്? ടു വിച്ച് കാറ്റഗറി ഡസ് ദിസ് കെമിക്കൽ റിയാക്ഷൻ ബിലോങ്? ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്? അഡീഷൻ ഇല്ലേ. എന്താണ്? അഡീഷൻ രാസപ്രവർത്തനമാണ് അല്ലേ. അഡീഷൻ റിയാക്ഷനിൽ പെടുന്നതാണ് ഇത്. മനസ്സിലായല്ലോ. അപ്പം കൃത്യമായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും അഡീഷൻ റിയാക്ഷനും ഒക്കെ പഠിച്ചാണ് കേട്ടോ. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി മാത്രമേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ അഡീഷൻ റിയാക്ഷൻ ആണ് നടന്നത്. ഓക്കെ ആണല്ലോ. ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടു കൺവേർട്ട് ഈഥൈൻ ഇൻറ്റു ഈഥൈൻ അല്ലെ. ഈഥൈനെ ഈഥൈൻ ആക്കി മാറണമെങ്കിൽ 2 ഹൈഡ്രജൻ മോളിക്യൂൾസ് ആവശ്യമായിട്ടുണ്ട്. അവിടെ നോക്കിയാൽ ഈഥൈൻ നമ്മളിപ്പോൾ കണ്ടില്ലേ, റിയാക്ഷൻ ഒക്കെ എഴുതിയല്ലോ. അതാണ് C2H2 ആണ്. അതിനെ നമ്മൾ C2H4 ആയിട്ട് മാറും. പിന്നെ എന്തായിട്ട് മാറും? C2H6 ആയിട്ട് മാറും. ക്ലിയർ ആയല്ലോ. അപ്പൊ അതിന്റെ റിയാക്ഷനും കാര്യങ്ങളും നമ്മളിവിടെ മുമ്പേ എഴുതിയായിരുന്നു. അപ്പൊ അതൊക്കെ നോക്കി നിങ്ങൾ എഴുതുക, പഠിക്കുക. പിന്നെ ഏത് റിയാക്ഷൻ ആണിത്? അഡീഷൻ റിയാക്ഷൻ ആണ്. ക്ലിയർ ആയല്ലോ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ. കെമിക്കൽ ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് HCl ആണ്. അപ്പൊ അവിടെ എന്തായിരിക്കാം വരുന്നത്?
നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ. CH നോക്കാം, CH ട്രിപ്പിൾ ബോണ്ട്, CH പ്ലസ് HCl, HCl റിയാക്ട് ചെയ്യുന്നു. അപ്പൊ അവിടെ എന്താണ് വരുന്നത്? നമുക്കറിയാം ട്രിപ്പിൾ ബോണ്ട് ആണല്ലേ, ട്രിപ്പിൾ ബോണ്ട് മാറും അല്ലേ, ഇത് ഏത് റിയാക്ഷനിൽ പെടും? അഡീഷണൽ റിയാക്ഷനിൽ പെടുന്നതാണ് അല്ലേ. അപ്പൊ എന്തിവിടെ സംഭവിക്കും? CH2 ഇവിടെ ഡബിൾ ബോണ്ട് ആവും. പിന്നെന്താണ് വരുന്നത്? CH, ക്ലോറിൻ ഇങ്ങോട്ട് പോകും അല്ലേ, അപ്പൊ CHCl. ഏതാണ്? ഇതിന്റെ പേരാണ് ക്ലോറോ, ഏതാണ്? ക്ലോറോ ഈഥീൻ അല്ലെ, ക്ലോറോ ഈഥീൻ എന്നാണ് ഇതിന്റെ പേര്, ക്ലോറോ ഈഥീൻ. അല്ലെങ്കിൽ മറ്റൊരു പേരുമുണ്ട്, വിനൈൽ ക്ലോറൈഡ് എന്നുണ്ട് കേട്ടോ, വിനൈൽ ക്ലോറൈഡ്, വിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ക്ലോറോ ഈഥീൻ. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ കേസിൽ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നോക്കിയേ. N ഇൻറ്റു എ എന്ന് വെച്ചാൽ ഏതാണ്? ഇതാണ് എ അല്ലേ. അപ്പം N ഇൻറ്റു എ എന്ന് പറയുമ്പം CH2 ഡബിൾ ബോണ്ട് CHCl. മനസ്സിലായല്ലേ? അപ്പൊ അത് റിയാക്ട് ചെയ്യുന്നു. അത് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ എന്താണ് കിട്ടുന്നത്? നമ്പർ ഓഫ് അല്ലേ, അപ്പൊ എന്താണ്? പോളിമറൈസേഷൻ ആണ് സംഭവിക്കുന്നത് അല്ലേ. അപ്പൊ എന്ത് വരും? CH2 സിംഗിൾ ബോണ്ട് CHCl അല്ലേ. ദെൻ പിന്നെന്താണ്? നമ്മൾ പോളിമറൈസേഷന്റെ ബ്രാക്കറ്റ് ഒക്കെ ഇടുക അല്ലേ. അപ്പൊ ഇതെന്താണ് സംഭവം? നമ്മൾ ഇതും പഠിച്ചിട്ടാണ്, CH2 CHCl. ഇത് ഏതാണ്? നമ്മുടെ പോളിവിനൈൽ ക്ലോറൈഡ് ആണല്ലേ, പോളിവിനൈൽ ക്ലോറൈഡ് ആണ്, പോളിവിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ എന്താണ്? നമ്മുടെ PVC ആണല്ലേ ഇവിടെ കിട്ടിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ വിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ക്ലോറോ ഈഥീൻ ആണിത്. ഇതെന്താണ്? ക്ലോറോ ഈഥീൻ അല്ലെങ്കിൽ വിനൈൽ ക്ലോറൈഡ് ആണ് കിട്ടിയിരിക്കുന്നത്. അത് N നമ്പർ ഓഫ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്താണ് നമുക്ക് കിട്ടുന്നത്? പോളിവിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ PVC ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻസ്. അപ്പം എയുടെ സ്ഥാനത്ത് എന്താണ് വരുന്നത്? എ എന്ന് പറഞ്ഞിരിക്കുന്നത് CH2 ഡബിൾ ബോണ്ട് CHCl, അതായത് ഏതാണ്? ക്ലോറോ ഈഥേൻ അല്ലെ, ക്ലോറോ ഈഥീൻ കേട്ടോ, ക്ലോറോ ഈഥീൻ അല്ലെങ്കിൽ എന്താണ്? വിനൈൽ ക്ലോറൈഡ് വരും. ദെൻ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? CH2 സിംഗിൾ ബോണ്ട് CHCl അല്ലെ, അതേതാണ് വരുന്നത്? പോളിമറൈസേഷൻ ആണ് വരുന്നത് അല്ലേ, പോളിമറൈസേഷൻ ആണ് വരുന്നത്, അതായത് PVC ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഇനി write the IUPAC name of the molecules A and B. A and B യുടെ IUPAC name എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഏതല്ല എയുടെ IUPAC name ഏതാണ്? ക്ലോറോ ഈഥേൻ. നമ്മൾ എഴുതാം, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. എ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ക്ലോറോ ഈഥീൻ അല്ലെ, ക്ലോറോ ഈഥീൻ അല്ലെങ്കിൽ എന്താ പറയാം? വിനൈൽ ക്ലോറൈഡ് എന്ന് പറയാം കേട്ടോ, വിനൈൽ ക്ലോറൈഡ്, ക്ലോറോ ഈഥീൻ അല്ലെങ്കിൽ വിനൈൽ ക്ലോറൈഡ്. ദെൻ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പോളിവിനൈൽ ക്ലോറൈഡ് ആണ് അല്ലെ, പോളിവിനൈൽ ക്ലോറൈഡ്, പോളിവിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ എന്താണ്? PVC ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി സി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ടു വിച്ച് കാറ്റഗറി ഡസ് ഈച്ച് ഓഫ് ദീസ് കെമിക്കൽ റിയാക്ഷൻസ് ബിലോങ്? ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ആദ്യത്തെ എ ഏതിലാണ് വരുന്നത്? അഡീഷൻ റിയാക്ഷനിൽ വരും അല്ലെ, ഏതിൽ വരും? അഡീഷൻ റിയാക്ഷൻ ആണ് വരുന്നത് എ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതിൽ വരും? പോളിമറൈസേഷൻ അല്ലെ, പോളിമറൈസേഷനിൽ വരും, പോളിമറൈസേഷൻ. മനസ്സിലായല്ലോ? ഇതാണ് ആൻസർ. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് തന്നെയാണ്, അതൊക്കെ അങ്ങ് പഠിച്ചാൽ മതി കേട്ടോ. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഓഫ് ദി ഗിവൺ പോളിമേഴ്സ് ഈസ് യൂസ്ഡ് ടു കോട്ട് ദി ഇന്നർ സർഫസ് ഓഫ് കുക്ക്വെയർ? കുക്ക്വെയർ അല്ലേ നമ്മുടെ വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാചകപാത്രങ്ങളുണ്ടല്ലോ, അവയുടെ ഉൾവശത്ത് ആവരണം നൽകാൻ ഉപയോഗിക്കുന്ന പോളിമർ ഏതാണ്? ടെഫ്ലോൺ അല്ലെ, നമ്മൾ പഠിച്ചാണ് ടെഫ്ലോൺ. വാട്ട് ഈസ് ദ മോണോമർ ഓഫ് ദിസ് പോളിമർ? മോണോമർ, ടെഫ്ലോണിന്റെ മോണോമർ ഏതാണ്? ടെഫ്ലോൺ ആണല്ലേ. ടെഫ്ലോൺ എന്ന് പറയുമ്പോൾ പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ ആണ് ടെഫ്ലോൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ മോണോമർ അപ്പൊ ഏതാണ്? ടെട്രാഫ്ലൂറോ അല്ലെ, ടെട്രാഫ്ലൂറോ ഈഥീൻ അല്ലെ, ടെട്രാഫ്ലൂറോ ഈഥീൻ ആണ് അതിന്റെ മോണോമർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് എങ്ങനെ എഴുതാം? CF2 അല്ലെ, CF2 ഡബിൾ ബോണ്ട് CF2, ഇതാണ് ടെട്രാഫ്ലൂറോ ഈഥീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് among the following is a condensation polymer? കണ്ടൻസേഷൻ പോളിമർ ഏതാണ്? നമുക്ക് കാണുമ്പോൾ അറിയാം, ഏതാണ്? നൈലോൺ 66 ആണ് കണ്ടൻസേഷൻ പോളിമർ എന്ന് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ആർ ദ മോണോമേഴ്സ് ഓഫ് നൈലോൺ 66? ഏതാണ് നൈലോൺ 66ന്റെ? അഡിപ്പിക് ആസിഡ് അല്ലെ, അഡിപ്പിക് ആസിഡും പിന്നെന്താണ്? ഹെക്സാമെഥിലീൻ ഡയമീനും. അഡിപ്പിക് ആസിഡും ഏതാണ്? ഹെക്സാമെഥിലീൻ അല്ലെ, ഹെക്സാമെഥിലീൻ ഡയമീനുമാണ് നൈലോൺ 66ന്റെ മോണോമർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ?
ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ C12H22O11 പ്ലസ് വാട്ടർ ആണ്. ദെൻ ഇവിടെ എ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബിയും ഉണ്ട്. ABCD 4 ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഐഡന്റിഫൈ ABC ആൻഡ് D ഇൻ ദ ഗിവൺ കെമിക്കൽ റിയാക്ഷൻ. ഇത് ഏതാണ് സംഭവം? ഏത് റിയാക്ഷനിൽ പെടുന്നതാണ്? അതായത് എഥനോളിന്റെ അല്ലെ, എഥനോൾ ഉണ്ടല്ലോ, എഥനോളിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ആണ്. നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ഇത് നമ്മുടെ ഷുഗർ സൊല്യൂഷൻ ആണ്, പഞ്ചസാരലാനിയാണ്, ഡൈല്യൂട്ട് ചെയ്തു. ദെൻ അവിടെ എന്താണ്? എൻസൈം അല്ലെ, ഈസ്റ്റിലുള്ള എൻസൈം. എന്ന് വെച്ചാൽ ഏതാണ് അവിടുത്തെ എൻസൈം എന്ന് പറഞ്ഞിരിക്കുന്നത്? ഏത് എൻസൈം ആണ്? ഈസ് ഇൻവെർട്ടൈസ് ഇല്ലേ, ഇൻവെർട്ടൈസ് എന്ന് പറഞ്ഞിരിക്കുന്ന എൻസൈം ആണ് നമ്മളവിടെ ഉപയോഗിച്ചിരുന്നത്. എൻസൈം ഇല്ലേ, ഇൻവെർട്ടൈസ് ആണ്. ഇനി ബി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണല്ലേ. അപ്പൊ ഇവിടെ ഗ്ലൂക്കോസ് ഇവിടെ ഉണ്ട്. അപ്പൊ ഏതാണ്? ഫ്രക്ടോസ് ആണ്. അതായത് C6H12O6 ഏതാണ്? ഫ്രക്ടോസ് അല്ലേ, ഫ്രക്ടോസ് ആണ് അവിടുത്തെ ബി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി സി ഏതാണ്? സി എന്ന് പറഞ്ഞാൽ അനന്തര എൻസൈം ആണ്. ഏതാണ്? സൈമേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന എൻസൈം ആണ് അല്ലേ, സൈമേഴ്സ് ആണ് സി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഡി എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം എഥനോൾ നമുക്ക് കിട്ടി, എഥനോളും കാർബൺ ഡൈ ഓക്സൈഡും ആണ് നമുക്കിവിടെ കിട്ടുന്നത്. മനസ്സിലായല്ലോ? അപ്പം കൃത്യമായിട്ട് എഴുതുക കേട്ടോ. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻവെർട്ടൈസ് ആണ്. ഇവിടെ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? C6H12O6. ഇവിടെ നമ്മൾ പറഞ്ഞു സൈമേഴ്സ് ഇല്ലേ, സൈമേഴ്സ് ആണ് ഇവിടെ ഇൻവെർട്ടൈസ് കേട്ടോ, ഇൻവെർട്ടൈസ് ആണ്. ദെൻ ഇവിടെ വരുമ്പം 2CO2 കാർബൺ ഡൈ ഓക്സൈഡും ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ബി പാർട്ട് ചോദിച്ചത് വാട്ട് ഈസ് വാഷ് എന്ന്. വാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞാണ് 8 to 10% ഇല്ലേ, 8 to 10% എഥനോൾ ആണ് വാഷ് എന്ന് പറയുന്നത്. ഹൗ ഈസ് റെക്ടിഫൈഡ് സ്പിരിറ്റ് ഒബ്റ്റൈൻഡ് ഫ്രം വാഷ്. വാഷിൽ നിന്നും എങ്ങനെയാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് കിട്ടുന്നത്? പഠിച്ചല്ലേ? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലേ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് എഥനോൾ. അതായത് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? 95.6% എഥനോൾ ആണ്. അതായത് എങ്ങനെയാണ് കിട്ടുന്നത്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലേ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് എഥനോൾ. പഠിച്ചല്ലേ? അപ്പോഴാണ് നമുക്ക് 95.6% ഉള്ള റെക്ടിഫൈഡ് സ്പിരിറ്റ് കിട്ടുന്നത്. ഇനി വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ഡീനേച്ചറിങ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. റെക്ടിഫൈഡ് സ്പിരിറ്റിനെ ഡീനേച്ചർ ചെയ്യണം അല്ലേ. അതിനെന്തിനു വേണ്ടിയാണ് ഡീനേച്ചർ ചെയ്യുന്നത്? നമ്മൾ ബിവറേജ് ആയിട്ട് മിസ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അതിലേക്ക് മെഥനോൾ ആഡ് ചെയ്യും ഇല്ലേ. അത് ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡീനേച്ചറിങ് എന്ന് പറയും. അപ്പോൾ എന്തിനു വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്? ഡീനേച്ചർ ചെയ്യുന്നതിനാണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ്? ടു പ്രിവെന്റ് അല്ലേ, ടു പ്രിവെന്റ് മിസ്യൂസ് ആസ് ബിവറേജ് ഇല്ലേ, ബിവറേജ് ആയിട്ട് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. ടു പ്രിവെന്റ് മിസ്യൂസ് ആസ് ബിവറേജ് ആയിട്ട് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അതിലേക്ക് നമ്മൾ മെഥനോൾ ചേർത്ത് ഡീനേച്ചർ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദ പർപ്പസ് ഓഫ് ഡീനേച്ചറിങ് റെക്ടിഫൈഡ് സ്പിരിറ്റ് ഈസ് ടു മേക്ക് ഇറ്റ് അൺഫിറ്റ് ഫോർ ഹ്യൂമൻ കൺസംപ്ഷൻ ബൈ ആഡിങ് പോയിസണസ് ഓർ ബാഡ് ടേസ്റ്റിംഗ് സബ്സ്റ്റൻസ്. ദിസ് ഈസ് ഡൺ ഡ്യൂ ടു പ്രിവെന്റ് ഇറ്റ്സ് മിസ്യൂസ് ആസ് ആൻ ആൽക്കഹോളിക് ബിവറേജ് അല്ലേ. ആൽക്കഹോളിക് ബിവറേജ് ആയിട്ട് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി അതിലേക്ക് നമ്മൾ പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആഡ് ചെയ്യും. ഓക്കെ ആണല്ലോ? അപ്പോൾ ആൻസറുകളൊക്കെ എഴുതിയെടുക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഈസ് എഥനോയിക് ആസിഡ് പ്രിപ്പയർഡ് ഇൻഡസ്ട്രിയലി. എഥനോയിക് ആസിഡ് എങ്ങനെയാണ് ഇൻഡസ്ട്രിയലായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്? ഇതാ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എഥനോയിക് ആസിഡ് ക്യാൻ ബി പ്രിപ്പയർഡ് ഇൻഡസ്ട്രിയലി ബൈ ട്രീറ്റിംഗ് മെഥനോൾ വിത്ത് കാർബൺ മോണോക്സൈഡ്. പഠിച്ചാണല്ലേ? മെഥനോൾ വിത്ത് കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്. അവിടെ ഒരു കാറ്റലിസ്റ്റ് ഉണ്ടായിരിക്കും. അതിന്റെ ഇക്വേഷൻ നിങ്ങൾ എഴുതുക കേട്ടോ. 5 to 8% ഓഫ് എഥനോയിക് ആസിഡ്. 5 to 8% ഓഫ് എഥനോയിക് ആസിഡ് നമ്മൾ എന്ത് പറയും? വിനീഗർ ഇല്ലേ, വിനീഗർ ആണ് 5 to 8% ഓഫ് എഥനോയിക് ആസിഡ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. CH3COH പ്ലസ് CH3OH കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ആണ്. അപ്പൊ എന്ത് കിട്ടും? നമുക്കിവിടെ ഒരു കോമ്പൗണ്ട് കിട്ടും. ഈ കോമ്പൗണ്ട് ഏതാണ്? CO ഉണ്ട്. അപ്പൊ ഇത് ഏതാണ്? എസ്റ്റർ ആണല്ലേ. മനസ്സിലായല്ലോ? അപ്പൊ നോക്കാം. അനലൈസ് ഇക്വേഷൻ, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദിസ് കെമിക്കൽ റിയാക്ഷൻ. ഈ കെമിക്കൽ റിയാക്ഷൻ എന്താണ് പറയുന്നത്? എസ്റ്റർ ആണ് കിട്ടിയത്. അപ്പൊ അതിന് എന്താണ് പറയുന്നത്? എസ്റ്ററിഫിക്കേഷൻ. എസ്റ്ററിഫിക്കേഷൻ എന്നാണ് നമ്മൾ ഈ ഒരു കെമിക്കൽ റിയാക്ഷനെ പറയുന്നത്. മനസ്സിലായല്ലോ? ദെൻ വാട്ട് ഇസ് ദ നെയിം ഓഫ് ദി എസ്റ്റർ ഫോം. ഇവിടെ ഉണ്ടായ എസ്റ്റർ ഉണ്ടല്ലോ, അതിന്റെ പേരെന്താണ്? മീഥൈൽ എഥനോയേറ്റ്. ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. മീഥൈൽ എഥനോയേറ്റ് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾസ് ഓരോന്നും ഓരോ എക്സാമ്പിൾസ് ഉള്ളൂ. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ.
Then write any 2 uses of esters. Estersന്റെ യൂസസുകൾ എന്താണ്? പെർഫ്യൂംസ് ഉണ്ടാക്കാനും അപ്പോൾ തന്നെ ജ്യൂസസിലൊക്കെ അല്ലേ, ഫോർ മേക്കിംഗ് ആർട്ടിഫിഷ്യൽ പെർഫ്യൂംസ് എന്നൊക്കെ പറയാം. ഫോർ മേക്കിംഗ് അല്ലേ, ഫോർ മേക്കിംഗ് ആർട്ടിഫിഷ്യൽ പെർഫ്യൂംസ് അല്ലേ, ആർട്ടിഫിഷ്യൽ പെർഫ്യൂംസും അതുപോലെ എന്താണ് ജ്യൂസസും അല്ലേ, ആർട്ടിഫിഷ്യൽ പെർഫ്യൂംസ് ആൻഡ് ജ്യൂസസ്. ആർട്ടിഫിഷ്യൽ പെർഫ്യൂംസും ജ്യൂസസ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയാണ് നമ്മൾ എസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? അത് ആൻസർ കൊടുത്തിട്ടുണ്ടല്ലോ. പ്രോസസ്സിനെ പറയുന്ന പേരാണ് എസ്റ്ററിഫിക്കേഷൻ. ഈഥൈൽ എഥനോയേറ്റ് ആണ് നമുക്ക് അവിടെ കിട്ടുന്ന എസ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ യൂസസ്, എസ്റ്റേഴ്സ് ആയ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്, ദേ ആർ യൂസ്ഡ് ടു മേക്ക് ആർട്ടിഫിഷ്യൽ പെർഫ്യൂംസ് ആൻഡ് ജ്യൂസസ്. ക്ലിയർ ആയല്ലോ? അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് നമ്മുടെ ലെറ്റർ സക്സസിലുള്ളത്. എഴുതി തന്നെ പഠിക്കുക. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എഴുതി തന്നെ പഠിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇതൊരു ചെറിയൊരു ചാപ്റ്ററാണ്, പക്ഷേ അതിൽ എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയ 1 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പം മനസ്സിലാക്കി കൃത്യമായിട്ട് ഷോർട്ട് നോട്ടൊക്കെ എഴുതി ഉണ്ടാക്കി തന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പോൾ ഈ ലെറ്റർ സക്സസിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ അറിയാൻ മേലാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു വീഡിയോയിലോട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.